സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ വേറൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. എന്നാൽ നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ചാണ് അവൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ എഴുതിയിരിക്കുന്നവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. അപ്രതീക്ഷിതമായിട്ടൊരു ലോട്ടറി അടിച്ചതുപോലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറൊരു അച്ഛനായിരുന്നു പറയേണ്ടത്. നിങ്ങൾ ചിലപ്പം നോട്ടീസിലൊക്കെ കണ്ട വേറെ അച്ഛൻ്റെ പേരായിരിക്കും, എൻ്റെ പള്ളിയിലെ കൊച്ചച്ഛനായിട്ടുള്ള ജസ്നജിൻ്റെ പേരായിരിക്കും കണ്ടിരിക്കുന്നത്. പക്ഷേ എന്തോ കഷ്ടകാലത്തിന് എന്നെ പിടിച്ച് ഈ പരിപാടി ഏൽപ്പിച്ചതുപോലെയായി ക്രിസ്തു കുർബാന. ഈ ബലികെടുത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേമയിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. കാരണം നമ്മുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്, അല്ലേ? കത്തോലിക്കരായിട്ടുള്ള നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ഇതിലേറെ നമുക്ക് വിഷമമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർച്ചയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അച്ഛനൊരു കാനഡ സ്റ്റുഡൻ്റാണ്, കാനോനിക നിയമം പഠിക്കുന്നയാളാണ്. ഈ ശിക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിക്ഷിക്കുവാനായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടാകും. ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ തിരുക്കുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയമായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ്. കാരണം ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതീകമെന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ഞാനൊരു ചെറിയ സംഭവം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവം. ഞാനൊരു ദേവാലയത്തിൽ ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോവുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പകരക്കാരനായിട്ട്, പലയിടത്തേക്ക് പകരക്കാരനായിട്ട് പോകുന്നതാണ്. പകരക്കാരനായിട്ട് ഒരു ദേവാലയത്തിൽ അച്ഛന് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ 1.5 മാസത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച അവിടെ ചെന്നു. ശനിയാഴ്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മളെങ്ങനെ ആഘോഷിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ, അല്ലേ? പ്ലക്കാർഡൊക്കെ പിടിച്ച് മുൻപിൽ ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുനാഥൻ, ക്രിസ്തു ഞങ്ങളുടെ രാജാവ്, ക്രിസ്തു ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ എനിക്കിത് വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം കാറ്റഗിസം കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് അസംബ്ലി ചെയ്തിങ്ങനെ നിൽക്കുകയാണ്, ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഈശോ നിൽപ്പുണ്ട്. ഈ പ്രായത്തിലുള്ള ഒരു ഈശോയായിരിക്കും ഇവിടെ കൊണ്ടയിട്ട് നിൽക്കുന്ന പ്രായത്തിലുള്ള ഒരു ഈശോ. ആ ഈശോ അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് സന്തോഷമായി കേട്ടോ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈശോ നിൽക്കുകയാണ്. പിന്നെ ഈശോയെ നോക്കുമ്പം ക്രിസ്തുരാജൻ്റെ ഒരു ബാക്കിയെല്ലാം ഓരോ വിശുദ്ധരൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുരാജനെ നോക്കുമ്പോൾ ക്രിസ്തുവായിട്ടൊക്കെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 പൊട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 പൊട്ട് പൊട്ടിട്ടുണ്ട്. ഇവിടെ 2 കറുത്ത താടിയൊക്കെ ഇങ്ങനെയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എവിടെയാണ് കർത്താവ് ഇങ്ങനെ ഇവിടെ 2 പൊട്ട് തൊട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ചില ചേച്ചിമാർ പിള്ളേർക്ക് കണ്ണ് തട്ടാതിരിക്കാൻ ഇവിടെയൊക്കെ കുത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ തൊട്ടതായിട്ട് കണ്ടത്. അപ്പോൾ ഞാനത് കണ്ടിങ്ങനെ കൗതുകത്തോടെ നിന്നു. അതിനുശേഷം പിന്നെ കുടുംബ കൂട്ടായ്മ, യൂണിറ്റ് പ്രെയർ പോലെ ഇങ്ങനെ കുടുംബ കൂട്ടായ്മയുണ്ട്. കുടുംബ കൂട്ടായ്മയ്ക്ക് പോയി.
അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ ക്രിസ്തു വന്നിട്ടുണ്ട്, ക്രിസ്തുരാജനായിട്ട് അലങ്കരിച്ച പുള്ളി വന്നിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഒളിക്കും, അമ്മയുടെ പുറകിൽ ഒളിച്ച് നിൽക്കും, പിന്നെയും നോക്കും, പിന്നെ ഒളിച്ച് നോക്കും. എന്നെ കണ്ടാൽ തന്നെ ഒരു ഭീകര ലുക്കുള്ളത് കൊണ്ടും താടിയും പിന്നെ ഇതുപോലെ മുടിയില്ലാതെയും ഭയങ്കര അജാനുബാഹുവായിട്ടുള്ള വ്യക്തിയായതുകൊണ്ടായിരിക്കും കുട്ടി ആകപ്പാടെ പേടിച്ചതാണ് എന്നെ നോക്കി നിന്നത്. അടുത്തേക്ക് വരാനായിട്ടൊരു പേടി കുട്ടിയുടെ മുഖത്തുണ്ട്. ഞാൻ പറഞ്ഞു, വാ കമ്മിയാ, ഇവിടെയല്ല, ഞാൻ ബോംബെ കേട്ടോ, കല്യാൺ രൂപതയാണ്, കമ്മിയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഞാൻ ഈ കസേര ഇരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം നിലത്തിരിക്കുന്നു. കാരണം അച്ഛനെ മാത്രമാണല്ലോ കസേര പലപ്പോഴും കിട്ടാറ്, ബാക്കിയുള്ളവരൊക്കെ നിലത്തിരിക്കുന്നവരാണ്. അവനെൻ്റെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ അവനെന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദർ ക്യാൻ ഐ സിറ്റ് ഓൺ യുവർ ലാപ്പ്? അച്ഛ, എനിക്ക് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റൂ? വൈ നോട്ട്? എന്തുകൊണ്ടില്ല? ബിക്കോസ് ഇറ്റ്സ് യുവർ പ്ലേസ്, ഇത് നിൻ്റെ സ്ഥലമാണ്, നിൻ്റെ സ്വന്തം സ്ഥലമാണ്. ആ പറയേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചവിട്ടി കയറി, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്, ചവിട്ടി എൻ്റെ മടിയിലേക്ക് കയറി. തുവെള്ള നിറത്തിലുള്ള ലോഹ, ഏതാണ്ട് ഈ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന പാടം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചവിട്ടി കയറി മടിയിലേക്ക് കയറി വന്നപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു, ക്യാൻ ഐ ഗെറ്റ് എ കിസ് ഫ്രം യു? എനിക്ക് നിന്നെ ഒരു ഉമ്മ തരാമോ? നീ എനിക്കൊരു ഉമ്മ തരാമോ? അപ്പോൾ അവൻ എനിക്കൊരു ഉമ്മ തന്നു. അപ്പം ഞാൻ തിരിച്ച് അവൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. അവൻ അറഞ്ചം പുറഞ്ഞ് തന്നെ ഉമ്മ വെക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഉമ്മ വെക്കുമ്പോഴെല്ലാം അവനൊരു ഒച്ച വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേദന വരുമ്പോഴുള്ള ഒരു ഒച്ച വെക്കുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, അവൻ്റെ ഇവിടെ ആ മറുക് ഇപ്പോഴും ഉണ്ട്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് മറുകല്ലായിരുന്നു, മറിച്ച് അവൻ്റെ അച്ഛൻ സിഗരറ്റ് കൊണ്ട് കുത്തിയ പാടായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ കൊച്ചിനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമുക്കറിയാമല്ലോ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ ഞാൻ പറയുന്ന ബൈബിളുമായിട്ടൊന്ന് കോട്ട് ചെയ്ത് പറയാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: ദൈവഹിതം എന്താണോ അത് അനുവർത്തിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവഹിതം എന്താണോ, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞവൾ ആ പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ യൗസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ യൗസേപ്പ്? സ്വപ്നത്തെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിച്ചവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. അതുപോലെ തന്നെ ഈശോയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അല്ലെ സംപ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിൽ എപ്രകാരമാണ് ഓരോ വ്യക്തിയും ജീവിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളും കടന്നു പോകുന്നത് എന്നുള്ളത്. ഇന്നത്തെ ഈ തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിരുക്കുടുംബം വിശ്വാസത്തിൻ്റെയും അനുസരണയുടെയും ഒരു കുടുംബമായിരുന്നു. വിശ്വാസത്തിൻ്റെയും അനുസരണയുടെയും ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ പ്രസംഗം പറയുവാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു വൈദികനായിട്ടിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ തന്നെ സ്വന്തം സഹോദരങ്ങളായിട്ടുള്ള വൈദികർ ഈ അനുസരണത്തിലാണോ, ഈ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അവർക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഒരിക്കലും ആൾക്കാരെ കയറി ഈ കാര്യം ചെയ്യില്ലായിരുന്നു. വിശ്വാസത്തിൻ്റെ കുറവാണ്. ഈശോ അവിടെ ഉണ്ടോ എന്നുള്ളതിൻ്റെ കുറവാണ്.
എനിക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അൾത്താരയിൽ കയറി ഇങ്ങനെ ചെയ്യില്ല. തോന്നുന്നുണ്ടോ? വിശ്വാസമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തിയിട്ട് നിങ്ങൾക്ക് പറയാം വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയല്ല. ഇവരുടെ ആ വികാരത്തിൻ്റെ പുറത്ത് വികാര വിജൃംഭിതരായിട്ട് അവർ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, വിശ്വാസമില്ലാത്തതിൻ്റെ പുറമാണ് കാണുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ കുടുംബങ്ങളെല്ലാം സ്നേഹം നിറഞ്ഞതാണ്. വാത്തത്താറാവിനെ കണ്ടിട്ടുണ്ടോ? സ്വാൻ എന്ന് പറയുന്ന വാത്തത്താറാവ്, ഫ്ലൈയിങ് ഡക്ക് എന്ന് അറിയപ്പെടാറുണ്ട് ഇല്ലേ? വളർത്തിയിട്ടുണ്ടോ? ചിലരൊക്കെ വളർത്തിയിട്ടുണ്ടാകും. എൻ്റെ വീട്ടിലും വളർത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ സെമിനാരിലും വളർത്തുന്നുണ്ട്. മടവാതൂർ സെമിനാരിൽ വളർത്തുന്നു. ഈ വാത്തത്താറാവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാത്തത്താറാവിന് ഒരേ ഒരു പങ്കാളിയേ ഉള്ളൂ അതിൻ്റെ ജീവിതകാലത്ത്. ആണിനാകട്ടെ പെണ്ണിനാകട്ടെ ഒരു പങ്കാളിയേ ഉള്ളൂ. ഈ പെട ചത്തുപോയി കഴിഞ്ഞാൽ പൂവൻ എന്ത് ചെയ്യുമെന്നറിയോ? ജീവിതാവസാനം വരെ ഏകാഗിയായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വേറെ പെണ്ണുങ്ങൾ വാത്തത്താറാവുകളുണ്ട്, ആ മുഖത്ത് പോലും നോക്കാതെ അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ചേച്ചിമാർ അങ്ങനെ തന്നെയാണ് വാത്തത്താറാവ്. വാത്തത്താറാവിനെ അടയിരുത്തിയിട്ടുണ്ട്. വേറൊരു കാര്യം കാണാൻ സാധിക്കും. അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫുൾ ഡെഡിക്കേഷനാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും അത് മടി കാണിക്കും. അത് ഇങ്ങനെ ഇരുന്ന് അവസാനം ഹൃദയം പൊട്ടിച്ചാവുക ചെയ്യണം. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. ഞാൻ വളർത്തിയത് കൊണ്ട് പറയുക, ഇത് ഭയങ്കര ഡെഡിക്കേഷനാണ് ഈ വാത്തത്താറാവുകൾക്ക്. സിംഗിൾ സ്പൗസാണ്. അതുപോലെ തന്നെ ഈ ഡെഡിക്കേഷൻ, ഈ അടയിരുത്തത്തില്ലേ. നിങ്ങൾ വേണേൽ ചോദിക്കും, ഹാച്ചറി ഇല്ലേ? ഹാച്ചറിയിൽ കൊണ്ടുപോയി അച്ഛന് മുട്ട വിരിയിച്ചാൽ പോരെ? എന്നോടൊരു കുട്ടി ചോദിച്ചതാണ്, അച്ഛന് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യം? ഹാച്ചറിയിൽ കൊണ്ടുപോയി മുട്ട വിരിയിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ നിങ്ങളെയൊക്കെ വിരിയിക്കാൻ പറ്റുമായിരുന്നോ? ഞാൻ അങ്ങനെ ചോദിച്ചു ചോദ്യമാണ്, നിങ്ങളെ വിരിയിക്കാൻ പറ്റുമായിരുന്നോ? അത് ഓരോരുത്തരുടെ മനോഭാവമാണ്. സ്നേഹം എന്ന് പറയുന്നത് അതുപോലെയാണ്. അതുതന്നെ നമ്മൾ 1 കൊറിന്തോസ് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യമുണ്ട്. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇനി മലയാളം അറിയത്തില്ലാത്തവർക്ക് വേണമെങ്കിൽ ലവ് ഇറ്റ് ബെയർസ്, ഇറ്റ് സഫേഴ്സ് എവരിത്തിങ്, ഇറ്റ് ബിലീവ്സ് എവരിത്തിങ്, ഇറ്റ് ഹോപ്സ് എവരിത്തിങ്, ഇറ്റ് എൻഡ്യൂർസ് എവരിത്തിങ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സ്നേഹം അതുപോലെയാണ്. സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം സ്നേഹം കടന്നു വരേണ്ടതായിട്ട് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. സ്നേഹത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടോ? രണ്ട് പുരികം കൊണ്ട് ഒരെണ്ണം കൊണ്ട് വെച്ചു അല്ലേ? 2 എണ്ണം കൊണ്ട്. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇതെങ്ങനെയാണ് അച്ഛൻ ചെയ്തെടുത്ത്? ഒരു കൊച്ചു എന്നോട് വന്ന് ചോദിച്ചു, ഫുൾ ഡെഡിക്കേഷൻ കൊണ്ടാണ്. ഡെഡിക്കേഷൻ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചതാണ്. അതെങ്ങനെയാണ് പറ്റുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഡെഡിക്കേഷൻ കൊടുത്താൽ നമുക്ക് പറ്റും. അതെങ്ങനെയാണ് സാധിക്കുന്നത് വെച്ചാൽ കുട്ടികൾ ഞാൻ പറഞ്ഞു, നമുക്കെല്ലാം കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് ഞാനൊരു കൊച്ച് അവിടെ എൻ്റെ അനിയൻ കൊച്ച് അപ്പൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ കുട്ടിയോട് ചോക്ലേറ്റ് ചോദിക്കുകയാണ്. ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ ആ കുട്ടി ചോക്ലേറ്റ് തരുവാണെങ്കിൽ അവന് ഡെഡിക്കേഷനുണ്ട്, എന്ന് പറഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ള മനോഭാവമുണ്ട്. അപ്പം ഞാൻ അവൻ തരില്ല എന്ന് വിചാരിച്ചത്, അവൻ്റെ ചോക്ലേറ്റ് ഇല്ലെന്ന് എനിക്കറിയാം. അവൻ്റെ വായിലേക്ക് ഓൾറെഡി ഇട്ടു. അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ ഒരു ചോക്ലേറ്റ് തരാമോ? എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവനെന്ത് ചെയ്തു? വായിൽ നിന്ന് ആ ചോക്ലേറ്റ് എടുത്ത് എൻ്റെ വായിലേക്ക് തന്നെ വെച്ച് തന്നു. അവൻ്റെ വായിലിരുന്ന് അത് കണ്ടപാടെ അവൻ്റെ അമ്മ അയ്യേ, ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, കാരണം ഒരു കൊച്ചിൻ്റെ അല്ലേ, കൊച്ച് അവൻ്റെ ആ മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തിൻ്റെ മനോഭാവം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുക. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമ്മൾ ത്യജിക്കുകയും പലതും നമ്മൾ വിട്ടുകൊടുക്കുകയും വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ തിരുക്കുടുംബത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹം വളരുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. 3-ാമത്തെ കാര്യമായിട്ട് നമ്മുടെ കുടുംബത്തോടുള്ള കടമകൾ അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. കുടുംബത്തോടുള്ള കടമകൾ
എൻ്റെ കുടുംബത്തിൽ എൻ്റെ കടമകൾ എന്ന് പറയുന്നത് ആരും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനുണ്ട്, 80 ഇയേഴ്സ്, 80 വയസ്സുള്ള ആളാണ്. ഓർമ്മയൊന്നുമില്ല, പക്ഷെ എടുത്ത് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും. ഓർമ്മയൊന്നുമില്ല. ചിലപ്പോൾ ചോദിക്കും, നീ ആരാന്ന് എന്നോട് ചോദിക്കാറുണ്ട്. നീ ആരാ? താടിയൊക്കെ വെച്ചിട്ട്, കാരണം ചെറുപ്പത്തിൽ കണ്ടേക്കുമ്പോൾ താടിയൊന്നുമില്ലല്ലോ. നീ ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് ചോദിക്കും, ഞാൻ ആരാന്ന് അങ്ങോട്ട് ചോദിക്കും. ഇവിടെ സഹായിക്കാൻ വന്നേക്കുന്ന ആളാണെന്നാണ് തോന്നുന്നത് എന്ന് എന്നോട് പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ചില കടമകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ വീക്കെൻഡിൽ ചെല്ലുമ്പോൾ സമയം ചെലവഴിക്കാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെല്ലാവരുമായിട്ടും സമയം ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കുക. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ ആരൊക്കെയുണ്ടോ അവരൊക്കെയായിട്ടും, ചിലപ്പോൾ അമ്മായിപ്പനും അമ്മായിമ്മയായിട്ടും അവരുമായിട്ടും സമയം ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ ചെലവഴിക്കുന്ന 10 മിനിറ്റിന് 10 മണിക്കൂറിൻ്റെ വാല്യൂ ഉണ്ട്. കടമകൾ നിർവഹിക്കുവാനായിട്ട് പരിശ്രമിക്കുക. 4-മതായിട്ടുള്ളത് സ്വീകരിക്കാനും ശുശ്രൂഷിക്കുവാനുമായിട്ടുള്ള മനോഭാവം. എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരെയും ശുശ്രൂഷിക്കുവാനുമായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുക. അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? അധിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിശ്വാസത്തിലും അനുസരണത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും കടന്നു വരാനായിട്ട് പരിശ്രമിക്കുക. 2, സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചു. സ്നേഹത്തിലൂന്നിയായിരിക്കണം ഓരോ കുടുംബവും മുന്നോട്ട് പോകേണ്ടത്. 3-മത്, നമുക്കെല്ലാവർക്കും കുടുംബങ്ങളോടുള്ള കടമകൾ നിർവഹിക്കാൻ പരിശ്രമിക്കുക. 4-മതായിട്ട് സ്വീകരിക്കാനും എല്ലാവരെയും സ്വീകരിക്കാനും ശുശ്രൂഷിക്കുവാനുമായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഈ ചിന്തകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുക. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം, സംരക്ഷണം നിങ്ങൾ കുടുംബങ്ങളോടും ഓരോ വ്യക്തികളോടും ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ